തൃക്കൂർ അളഗപ്പ നഗർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഞെള്ളൂർ വെണ്ടൂർ പാലം നിർമ്മാണം അധികൃതരുടെ അനാസ്ഥ മൂലം പാതിവഴിയിൽ നിലച്ചു. 2020 കരാർ അംഗീകാരമായ പാലം അനാസ്ഥയും പ്രതികൂല കാലാവസ്ഥയും വിലങ്ങുതടിയായപ്പോൾ നിർമ്മാണം എങ്ങുമെത്താത്ത നിലയിലാണ്. പണി പാതിവഴിയിൽ നിൽക്കെ രൂപരേഖ മാറ്റിയതും എസ്റ്റിമേറ്റ് തുക ഇരട്ടിയായി ഉയരുകയും ചെയ്തതോടെ കരാറുകാർ പിന്മാറിയതാണ് പാലനിർമ്മാണം നിലയ്ക്കാൻ കാരണം. ഞെള്ളൂർ തോട്ടുരുത്തി തോട്ടിൽ വെള്ളം കൂടുകയും കോവിഡ് നിയന്ത്രണങ്ങളും കൂടിയായതോടെ 2021 ഫെബ്രുവരിയിലാണ് പാലം പണി തുടങ്ങിയത്. ഭരതയിൽ നിന്ന് കല്ലൂർ സുറായി പള്ളിക്ക് സമീപത്തുകൂടി മണലിപ്പുഴയിൽ ചേരുന്ന തോട്ടിൽ വെള്ളം ഉയരുന്നതിനാൽ ബണ്ട് കെട്ടിയാണ് പാലം പണിയുന്നത്. കൊടകരയിലെ സ്വകാര്യ കരാർ കമ്പനിക്കായിരുന്നു പാലത്തിന്റെ നിർമ്മാണ കരാർ. തോട്ടിലെ നീരൊഴുക്കിന് തടസ്സം വരാതിരിക്കാൻ ഇടയിൽ തൂണുകൾ ഇല്ലാത്ത വിധമായിരുന്നു പാലത്തിന്റെ രൂപകൽപ്പന. ഉറപ്പില്ലാത്ത സ്ഥലത്ത് മണ്ണ് പരിശോധന നടത്തിയ ശേഷം കോക്കനട്ട് പൈലിംഗ് നടത്തിയാണ് അന്ന് പണി തുടങ്ങിയത്. എസ്റ്റിമേറ്റിൽ പറയുന്നതിനേക്കാൾ അധികം തെങ്ങിൻ തടികൾ പൈലിംഗിന് ആവശ്യം വന്നിട്ടും അധികൃതർ വരാനിരിക്കുന്ന അപകടം തിരിച്ചറിഞ്ഞില്ല. പാലത്തിന് ഉയരം കുറവാണെന്നും രൂപരേഖ മാറ്റണമെന്നും കരാറുകാർ വകുപ്പിനെ അറിയിച്ചിരുന്നുവെങ്കിലും അടിയന്തരമായി തുടങ്ങാനായിരുന്നു വകുപ്പ് നിർദ്ദേശം. എന്നാൽ 2 മാസത്തിനു ശേഷം മഴയെത്തിയതോടെ തോട്ടിലെ ബണ്ട് പൊട്ടിച്ച് പണി മുടങ്ങി. 2022 ജനുവരിയിൽ വീണ്ടും ബണ്ട് കെട്ടി പണി തുടങ്ങി. ഫെബ്രുവരിയിൽ കോൺക്രീറ്റ് പൈലിംഗ് പൂർത്തിയാക്കി. മാർച്ചിൽ വിദഗ്ധ സംഘം പൈൽ ഇന്റഗ്രിറ്റി പരിശോധന നടത്തി. വീണ്ടും 2023 ഏപ്രിലിൽ പണി തുടങ്ങി. മെയ്യിൽ ബണ്ട് പൊട്ടി, പണിയും മുടങ്ങി. 2024 ഏപ്രിലിൽ പാലത്തിന്റെ സ്ലാബ് പണി തുടങ്ങിയെങ്കിലും പാലത്തിന് ഉയരം കൂട്ടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പണി തടഞ്ഞു. കരാറുകാർക്ക് കെട്ടിയ സ്ലാബ് പൊളിക്കേണ്ടി വന്നു. പാലത്തിന്റെ തൂണുകൾ 80 സെന്റിമീറ്റർ ഉയരം കൂട്ടണമെന്നും അതിനു മുകളിൽ സ്ലാബ് ഇടണമെന്നുമായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. 50 ലക്ഷം രൂപ കരാറിൽ പണിയാരംഭിച്ച പാലത്തിന് പുതിയ എസ്റ്റിമേറ്റ് തുക 1 കോടിക്ക് മുകളിലായിരുന്നു. അതോടെ കരാറുകാർക്ക് പണി മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിലായി. തുടർന്ന് നിലവിൽ പൂർത്തിയായ പണിയുടെ തുകയും ഡെപ്പോസിറ്റും നഷ്ടപരിഹാരവും തീർത്ത് പണിയിൽ നിന്ന് ഒഴിവാക്കാൻ കരാറ് കമ്പനി ആവശ്യപ്പെട്ടു. എന്നാൽ പാലം പണിയാൻ പുതിയ ടെൻഡർ വിളിക്കുകയായിരുന്നു അധികൃതർ. അതോടെ കരാറുകാർ കോടതിയെ സമീപിച്ച് സ്റ്റേ സമ്പാദിച്ചു. അതോടെ ടെൻഡറും റീടെൻഡറും സ്റ്റേയും കോടതി നടപടിയുമായി പാലം പണിയും അവതാളത്തിലായി. TCV ന്യൂസ്, പുതുക്കാട്.